എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവസന്നി നാം മുട്ടുകുത്തിയാൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നാം നിറഞ്ഞ് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ ആ വിഷയത്തിൻ്റെ മേൽ ദൈവം നമ്മെ പുറത്തു കൊണ്ടുവരും. അത് 100% ഉറപ്പാണ്. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ ഞാൻ പറയാം. മറ്റുള്ളവർ വേറെ രീതി പറയും. എന്നാൽ സ്വർഗസ്വനായ നമ്മുടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ വിഷയങ്ങളെ കൊടുത്താൽ, നമ്മുടെ തലമുറയുടെ വിഷയത്തെ കൊടുത്താൽ, നമ്മുടെ കുടുംബത്തിൻ്റെ വിഷയത്തെ കൊടുത്താൽ, അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുകയും, ഞാൻ നിന്നെ ആരാധിക്കുന്നവളാണ്, ഞാൻ പ്രാർത്ഥിക്കുന്ന ാണ് അപ്പച്ച, മറ്റുള്ളവരുടെ മുൻപിൽ എന്നെ നിന്നാപാത്രമാക്കി തീർക്കരുതെന്ന് നാം നിലവിളിയോടെ നാം ദൈവസന്നി നമ്മുടെ വിഷയത്തെ കൊടുക്കുന്നുവെങ്കിൽ ഈ ദിവസങ്ങളിൽ ഏത് പ്രതിസന്ധിയിലായിരിക്കുന്നോ ആ പ്രതിസന്ധി ദൈവം നമ്മെ പുറത്ത് കൊണ്ടുവരും. പ്രിയരെ, വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ ദൈവവചനവുമായി നിങ്ങളുടെ മുൻപിൽ വരുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്ന വലിയ അവസരത്തിന് നന്ദി പറയുകയാണ്. ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. യോശുവ 2:1 ഞാൻ വായിക്കാം. അനന്തരം നൂൻ്റെ മകനായ യോശുവ രഹസ്യമായി ഒറ്റുനോക്കേണ്ടതിന് ഷിത്തീമിൽ നിന്ന് 2 പേരെ അയച്ചു. നിങ്ങൾ പോയി ദേശവും എരിഹോ പട്ടണവും നോക്കി വരുവിൻ എന്ന് പറഞ്ഞു. അനന്തരം നൂൻ്റെ മകനായ യോശുവ രഹസ്യമായിട്ട് ഒറ്റുനോക്കേണ്ടതിന് ഷിത്തീമിൽ നിന്ന് 2 പേരെ അയച്ചതാണ് ഇവിടെ. നമുക്കറിയാം, എരിഹോ പട്ടണം ഒറ്റുനോക്കാൻ പോയവരെ രാഹാബ് എന്ന വേശ്യ തൻ്റെ ഭവനത്തിൽ ഒളിപ്പിക്കുകയും രക്ഷപ്പെടുത്തുകയും ചെയ്തതായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നുണ്ട്. വീടിൻ്റെ കിളിവാതിൽക്കൽ കൂടെ അടയാളമായി കിട്ടിയ ചുവപ്പുനൂൽ വഴിയാണ് തൻ്റെയും കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് കാരണമായി ചെയ്തത്. എരിഹോ പട്ടണം ഇസ്രായേൽ മക്കൾ പിടിക്കുമ്പോൾ പറയുന്നുണ്ട്, പിന്നെ യോശുവയും കൂട്ടരും അത് പിടിച്ചെടുക്കുമ്പോൾ രാഹാബ് എന്ന ആ വേശ്യയും തൻ്റെ കുടുംബവും അവിടെ രക്ഷപ്പെട്ടതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ. പക്ഷേ അവർക്ക് രക്ഷപ്പെടാനായിട്ട് ചുവപ്പ് നൂൽ താഴേക്ക് ഇട്ടു. അങ്ങനെയാണ് ആ കുടുംബം വലിയ അനർത്ഥത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കാര്യമായത്. ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി ആ പ്രതിസന്ധി തൻ്റെയും കുടുംബത്തിൻ്റെയും നില ഭദ്രമാക്കുന്നതിന് വേണ്ടി മുൻകരുതലുകൾ സ്വീകരിച്ച ബുദ്ധിമതിയായ സ്ത്രീയാണ് ഇവിടെ രാഹാബിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയാണ്. അത് അനർത്ഥം നശിച്ചു പോകും. ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകാമെന്ന അനർത്ഥത്തിൽ നിന്ന് തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും ആ നില ഭദ്രമാക്കിയത് രാഹാബ് എന്ന സ്ത്രീ, വേശ്യ സ്ത്രീയായിട്ടാണ് വചനത്തിൽ പറയുന്നതെങ്കിലും അത് ബൈബിളിൽ മുഖ്യ സ്ഥാനമുണ്ട് രാഹാബ് എന്ന സ്ത്രീക്ക്. ഇസ്രായേൽ ജനതയെ ദൈവം ഈ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചതും അത്ഭുതങ്ങളിലൂടെ വഴി നടത്തിയതും എല്ലാം നമുക്കറിയാം. അറിഞ്ഞ എരിഹോ പട്ടണക്കാരെ അവരുടെ മേൽ വലിയ ഭീതി വന്നു. ഇസ്രായേൽ മക്കളെ ദൈവം വിടുവിച്ചതും അവരെ അത്ഭുതകരമായി മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നതെല്ലാം അറിഞ്ഞപ്പോൾ ആ എരിഹോ പട്ടണത്തിൽ ജീവിച്ചിരിക്കുന്ന ആ ജനങ്ങൾക്ക് വലിയ ഭീതിയായി. കാരണം ഇസ്രായേൽ മക്കൾ നിസ്സാരക്കാരല്ല എന്നവർക്ക് മനസ്സിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ എരിഹോ പട്ടണക്കാർ അവരവിടെ ചെന്ന് ആ ദേശം ഉറ്റുനോക്കാനായിട്ട് നൂൻ്റെ മകനായ യോശുവ അവരെ 2 പേരെ പറഞ്ഞു വിടുന്നത്. അവരങ്ങനെ ഒറ്റുനോക്കാൻ വന്നവർ രാഹാബിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ നമുക്കറിയാം, അവിടെ വന്നവരെ പിന്നെ കാണാനായിട്ട് ഇവിടെ 2 പേര് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് പിന്നെ ആ എരിഹോ പട്ടണത്തിലുള്ളവർ അവിടെ ചെല്ലുകയും ആ സമയത്താണ് രാഹാബ് എന്ന സ്ത്രീ അവരെ അവിടെ ഒളിപ്പിച്ച് വെക്കുകയും അവരെ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് സഹായിക്കുകയും ചെയ്തത്. നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇസ്രായേൽ മക്കളുടെ ഭാവി ഇസ്രായേൽ മക്കളുടെ കയ്യിലേൽപ്പിക്കുമെന്നും അവർ ദേശം കൈവശമാക്കുകയും അത് രാഹാബിന് മനസ്സിലായി. അപ്പോൾ രാഹാബിന് മനസ്സിലായി ഇസ്രായേൽ മക്കൾ ഈ ദേശം കൈവശമാക്കുമെന്ന് രാഹാബ് എന്ന സ്ത്രീക്ക് മനസ്സിലായി. അപ്പോൾ അവൾ ചെയ്തത് എന്താണ്? ആ ദൈവദാസന്മാരെ തൻ്റെ ഭവനത്തിൽ ഒളിപ്പിക്കുകയും അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ രാഹാബ് പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്തതിന് എനിക്ക് നിങ്ങൾ എന്താണ് പകരം? അപ്പോൾ പറയും, നിന്നെയും നിൻ്റെ കുടുംബത്തെ ഞങ്ങൾ ഈ അനർത്ഥത്തിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കും, അതിന് നീ ഇന്ന അടയാളം ചെയ്യണമെന്ന് പറഞ്ഞ് കുടുംബത്തിൽ രക്ഷപ്പെടാൻ ഏകമാർഗം പറഞ്ഞു കൊടുത്ത് ആ എരിഹോ രാജാവിൻ്റെ ആളുകൾ ഒറ്റുകാരന്വേഷിച്ച് രാഹാബിൻ്റെ വീട്ടിലെത്തിയപ്പോൾ പിന്നെ എത്തിയ സമയത്ത് അവരെ രക്ഷിക്കുന്നതിന് സാഹസം കാട്ടുവാനാണ് ഈ രാഹാബ് ഇവിടെ തയ്യാറായത്. കാരണം ഒരു സ്ത്രീക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് രാഹാബ് അവിടെ ചെയ്തത്. പെട്ടെന്ന് അവളുടെ ബുദ്ധി
പ്രവർത്തിച്ചു അല്ലേ. പെട്ടെന്ന് എന്ത് ചെയ്യുമെന്നറിഞ്ഞില്ല. ആ രാജാവാണ് ആളുകളെ വിട്ടിരിക്കുന്നത്. ഇവിടെ രണ്ടുപേര് വന്നിട്ടുണ്ട്, അവരെവിടെ എന്ന് ചോദിച്ച് അവിടെ ചെന്നപ്പോൾ പെട്ടെന്ന് രാഹാബിന് ഒരു ബുദ്ധി ഉദിച്ചു. എങ്ങനെ ഇവരെ രക്ഷപ്പെടുത്താൻ പറ്റും? അവൾ പെട്ടെന്ന് അവൾക്ക് ബുദ്ധി വന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാൻ നമ്മൾ ഭാരപ്പെടും അല്ലേ. എന്ത് ചെയ്യണം? നമ്മൾ പലപ്പോഴും ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കേണ്ട വിഷയത്തിന് ഒത്തിരി നമ്മുടെ ബുദ്ധി നമ്മൾ ഉപയോഗിക്കും. ബുദ്ധിയിൽ ഇവിടെ രാഹാബ് ചെയ്തത് പെട്ടെന്ന് അവൾക്ക് മനസ്സിലായി, ഞാൻ ഇന്നതുപോലെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഈ രണ്ടുപേര് രക്ഷപ്പെടുകയുള്ളെന്നും അതുപോലെ അവൾക്കും അവളുടെ കുടുംബത്തിന് രക്ഷപ്പെടാൻ സാധിക്കുമെന്നും അവൾക്ക് മനസ്സിലായതുകൊണ്ട് പെട്ടെന്ന് അവൾ പ്രവർത്തിച്ചു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും പല പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അത് എങ്ങനെയാണ് തരണം ചെയ്യേണ്ടുന്നതെന്ന് ഒരു ചിന്തയില്ലാതെ നമ്മൾ ഭാരപ്പെടുന്നല്ലേ. നമ്മൾ ഒത്തിരി നമ്മൾ പറയാറുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, ആരാധനയ്ക്ക് പോകുന്നുണ്ട്, കൂട്ടായ്മയ്ക്ക് പോകുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ പല സമയത്ത് നമ്മൾ ബുദ്ധിയോടെ പ്രവർത്തിക്കാൻ കഴിയാതവണ്ണം ഭാരപ്പെടുന്ന അവസ്ഥ. പ്രതിസന്ധി വരുമ്പോൾ തരണം ചെയ്യാനായിട്ട് പറ്റാതെ വരിക, നമ്മൾ തളർന്നു പോകുക, നമുക്ക് ആ സമയത്ത് എഴുന്നേറ്റ് പ്രവർത്തിക്കാൻ കഴിയാതിരിക്കുക, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. പക്ഷേ ഇതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വേണമെങ്കിൽ ദൈവത്തിൽ നമ്മൾക്ക് ആശ്രയിക്കുക തന്നെ വേണം. ഇവിടെ രാഹാബ് എന്ന സ്ത്രീ അവരെ രക്ഷിച്ചത് അത് വേറൊരു തരത്തിലാണ്. പക്ഷേ ഇന്ന് കാലത്ത് ഈ സമയങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ കുടുംബത്തിന് എന്തെങ്കിലും പ്രതിസന്ധി വരുന്നുണ്ടോ അത് തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും അതിൻ്റെ മേൽ ജയമെടുക്കാനായിട്ട് സാധിച്ചെങ്കിൽ മാത്രമേ മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. നമുക്കറിയാം ഏലിയാവ് യാഗം അർപ്പിച്ചതല്ലേ. ഇസ്രായേൽ ഗോത്രങ്ങളുടെ 12 ഗോത്രത്തലവന്മാരുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണം കല്ലെടുത്ത് അത് അതിൻ്റേതായ അടുക്കും ചിട്ടയോടെ ചെയ്ത് ഒത്തിരി കാര്യങ്ങൾ ഏലിയാവ് അവിടെ ഒരു യാഗം കഴിക്കാനായിട്ട് ചെയ്തു. അതുകൊണ്ട് മാത്രമാണ് ആ യാഗത്തിൻ്റെ മേൽ ദൈവം പ്രസാദിച്ചത്. എന്നിട്ട് ഇതെല്ലാം ചെയ്തിട്ട് ഏലിയാവ് പറയുകയാണ്, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിൻ്റെ ദാസനെന്നും നീ ഇപ്പോൾ വെളിപ്പെട്ട് വരട്ടെ. മുഴങ്കാലുകളുടെ ഇടയിൽ തല പൂഴ്ത്തി വെച്ചിട്ട് കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിച്ചു. ആ യാഗവസ്തുവിൻ്റെ മേൽ ദൈവത്തിൻ്റെ തീയിറങ്ങുകയും അത് ദഹിപ്പിച്ച് കളയാനായിട്ട് ഇടയായി തീർന്നു. ഈ ദിവസങ്ങൾ അങ്ങനെയാണ്. നമ്മൾ യാഗം കഴിക്കുകയാണ്, ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അതൊക്കെ യാഗമാണ്. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നതിനെ മഹത്വപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ വിഷയങ്ങളുടെ മധ്യത്തിൽ, ഭാരങ്ങളുടെ മധ്യത്തിൽ, വേദനയുടെ മധ്യത്തിൽ സ്തോത്രം എന്ന യാഗം അർപ്പിച്ച് ദൈവസന്നിധിയിൽ നാം മുട്ടുകൾ മടക്കിയാൽ ആ പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ, ആ പ്രതിസന്ധി മറികടന്ന് പുറത്തു വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തും. പ്രിയരെ, നാം കരയണ്ട, നിലവിളിക്കണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണ്ട, ദൈവസന്നി മുട്ടുകുത്തുക. കർത്താവെ, ഞാൻ നിൻ്റെ ദാസിയാണ് അപ്പച്ച, നിൻ്റെ കൽപ്പനപ്രകാരമാണ് ഞാനിതെല്ലാം ചെയ്തത് കർത്താവെ. എന്നാൽ ഞാൻ ചില പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു, ഇതിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരണം, ഇതിൽ നിന്നൊരു നീക്കുപോക്ക് നീ എനിക്ക് തരണമെന്ന് നാം ദൈവസന്നി മുട്ടുകുത്തി താഴ്മയോടെ ദൈവസന്നി നാം പ്രാർത്ഥിക്കുകയും കരയുകയും ഉപവസിക്കുകയും ചെയ്താൽ അതിന് മേൽ ദൈവം നമുക്ക് മറുപടി തരുക തന്നെ ചെയ്യും. മക്കളെക്കുറിച്ചോ ഭർത്താവിനെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ ഭാര്യയെക്കുറിച്ചോ ആരെങ്കിലും ഭാരപ്പെടുന്നുവെങ്കിൽ, തലമുറ എന്നെ അനുസരിക്കുന്നില്ല, തലമുറയുടെ ഭാവി നശിക്കുമെന്നോർത്ത് ആരെങ്കിലും ഭാരപ്പെടുന്നു, ദൈവസന്നി നാം മുട്ടുകുത്തിയാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നാം നിറഞ്ഞ് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ ആ വിഷയത്തിൻ്റെ മേൽ ദൈവം നമ്മെ പുറത്തു കൊണ്ടുവരും. അത് 100% ഉറപ്പാണ്. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ ഞാൻ പറയാം, 100% ദൈവം നമ്മെ പുറത്തു കൊണ്ടുവരുവാനായിട്ട് ഇടയായിത്തീരും. നമുക്കറിയാം, രാഹാബ് തൻ്റെ ആ 2 പേരെ രക്ഷിച്ചത് അത് മുഖാന്തരം അവളുടെ കുടുംബം മൊത്തവും അവിടെ നിന്ന് ആ അനർത്ഥത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ വന്ന രാഹാബിന് മനസ്സിലായി, ഈ അനർത്ഥത്തിൽ നിന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അവളുടെ ആ കുടുംബത്തിലുള്ള എല്ലാവരെയും ആ അനർത്ഥത്തിൽ നിന്ന് വിടുവിക്കാനായിട്ട് സാധിച്ചു. അതുപോലെ ഇന്ന് നാം ഏത് പ്രതിസന്ധിയിലായാലും ദൈവസന്നിധിയിൽ നാം മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ, മനുഷ്യരോട് നമ്മുടെ വിഷയം പറഞ്ഞാൽ ഒരു പക്ഷേ അത് കേൾക്കുന്നവർ വേറെ രീതിയിൽ എടുക്കും. പ്രിയരെ, മറ്റുള്ളവർ വേറെ രീതി പറയും. എന്നാൽ സ്വർഗസ്വനായ നമ്മുടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ വിഷയങ്ങളെ കൊടുത്താൽ, നമ്മുടെ തലമുറയുടെ വിഷയത്തെ കൊടുത്താൽ, നമ്മുടെ
കുടുംബത്തിൻ്റെ വിഷയത്തെ കൊടുത്താൽ അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുകയും 100% അത് സന്തോഷത്തോടെ നമുക്ക് മടക്കി കിട്ടുവാനായിട്ട് ഇടയായിത്തീരും. എവിടെയാണ് നാം ഭാരപ്പെടുന്നത്, എവിടെയാണ് നാം തളരുന്നത്, ഏത് പ്രതിസന്ധിയിലൂടെ നാം കടക്കുന്നത്, ആ പ്രതിസന്ധിയെ ദൈവം അതിൽ നിന്ന് മറികടക്കാനായിട്ടുള്ള ഒരു ശക്തിയോടെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ പുറത്തു വരുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് ഇടതരും. പ്രിയരെ, ദൈവസന്നി നാം കരഞ്ഞാൽ മതി, മനുഷ്യൻ്റെ മുമ്പിൽ നാം കരയരുത്. ദൈവസന്നി നാം കരയണം, പ്രാർത്ഥിക്കണം. ദൈവം നമുക്ക് വേണ്ടി വലിയ പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ദൂതൻ പ്രത്യക്ഷപ്പെട്ടാണ് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് മറിയോട് സംസാരിച്ചത്. അപ്പോൾ മറിയയ്ക്ക് ആദ്യം യാതൊന്നും മനസ്സിലായില്ല. ഇതെന്താണ്, ഞാൻ പുരുഷനെ അറിയാകൊണ്ട് എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, നിഴലിടും, പരിശുദ്ധാത്മാവ് നിഴലിടും, നിന്നിൽ ഉത്ഭവിക്കുന്ന പ്രജ വിശുദ്ധ പ്രജയെന്ന് അറിയപ്പെടുമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് മറിയ പറഞ്ഞത് പോലെ നമ്മൾ ദൈവസന്നി മുട്ടുകുത്തുക, പ്രാർത്ഥിക്കുക. കർത്താവേ, ഞാൻ നിൻ്റെ ദാസിയാവുന്നു അപ്പച്ച, ഞാൻ നിന്നെ ആരാധിക്കുന്നവളാവുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നവളാണ് അപ്പച്ച, മറ്റുള്ളവരുടെ മുൻപിൽ എന്നെ നിന്നാപാത്രമാക്കി തീർക്കരുതെന്ന് നിലവിളിയോടെ നാം ദൈവസന്നി നമ്മുടെ വിഷയത്തെ കൊടുക്കുന്നുവെങ്കിൽ ഈ ദിവസങ്ങളിൽ ഏത് പ്രതിസന്ധിയിലായിരിക്കുന്നോ ആ പ്രതിസന്ധി ദൈവം നമ്മെ പുറത്ത് കൊണ്ടുവരും. പ്രിയരെ, നാം തളർന്നു പോകാൻ, ഉടഞ്ഞു പോകാൻ, ഭാരപ്പെടുവാൻ, നിന്നാപാത്രമായി തീരുവാൻ നമ്മുടെ ദൈവം, സ്വർഗത്തിലെ ദൈവം ഇടയാക്കത്തില്ല. ഈ വചനം കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരും ദൈവം അനുഗ്രഹിക്കട്ടെ. ആ മറിയുടെ സമർപ്പണം, ദൈവം അവളുടെ ജീവിതത്തിലുണ്ടായ സമർപ്പണം, നമ്മളും അതുപോലൊരു സമർപ്പണത്തോടുകൂടി ദൈവസന്നി, കർത്താവേ, നിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറ്റപ്പെടട്ടെ, ഞാൻ നിൻ്റെ ദാസിയാണ്, ഞാൻ നിന്നെ ആരാധിക്കുന്നവളാണ്. നമുക്ക് എങ്ങനെ പറയാം, ബാല്യം മുതൽ സേവിക്കുക. ഞാൻ അങ്ങനെ കർത്താവിനോട് പറയുന്നത്, കർത്താവേ, ഞാൻ ബാല്യം മുതൽ ഞാൻ സേവിക്കുന്നവളാകുന്നു. അതുപോലെ പറയാൻ നിങ്ങൾക്കിടയായി തീരട്ടെ. ദൈവം നിങ്ങളെ ഏത് പ്രതിസന്ധിയിലായിരിക്കുന്നോ അതിൽ നിന്ന് നിങ്ങളെ പുറത്ത് കൊണ്ടുവരും. ആരൊക്കെ എന്നെ കേൾക്കുന്നോ, ഭാരത്തിലോ വേദനയിലോ സങ്കടത്തിലോ, കടഭാരം അല്ലെങ്കിൽ മറ്റു പല എന്ത് വിഷയങ്ങളാണ് നമുക്കുള്ളത്, ആ വിഷയത്തിൽ നാം പുറത്തു വരും. നമുക്ക് ഹൃദയത്തിലൊരു സമാധാനം തരും. ലോകം തരുന്ന സമാധാനമല്ല, ദൈവം തരുന്ന സമാധാനം. അത് നിത്യസമാധാനമാണ്. അത് ഹൃദയത്തിനൊരു തണുപ്പാണ്. പ്രതിസന്ധിയെ നേരിടാനുള്ള അത് നമുക്കൊരു ഒരു ധൈര്യമാണ്. ഏത് വെല്ലുവിളിയെ നേരിടാനുള്ള ഒരു ധൈര്യം നമുക്ക് തരും, സ്വർഗത്തിലെ ദൈവം തരും. ആ നിത്യമായ സമാധാനത്താൽ നമ്മെ ഓരോരുത്തരും ദൈവം നിറയ്ക്കും. പ്രിയരെ, നമുക്കും നമ്മുടെ കുടുംബത്തെ അനർത്ഥങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, പ്രതിസന്ധിയിൽ നിന്നും, നിന്ദയിൽ നിന്നും, പരിഹാസത്തിൽ നിന്നും, ദുഷിയിൽ നിന്നെല്ലാം പുറത്തു വരണമെങ്കിൽ ദൈവസന്നി നമുക്ക് മുട്ടുകുത്താം. മറിയെ പോലെ സമർപ്പണത്തോടെ ദൈവസന്നി നമുക്കായിരിക്കാം. പ്രിയരെ, ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഏത് വിഷയത്തിലായിരിക്കും അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അധികമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, ഈ സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങൾ രാഹാബിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചപ്പച്ച, ആ വളരെ പ്രതിസന്ധിയിൽ നിന്ന്, നശിച്ചു പോകാമായിരുന്ന അവസ്ഥയിൽ നിന്ന് തന്നെയും തൻ്റെ കുടുംബത്തെ രക്ഷിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ കർത്താവെ, ആരെങ്കിലും ഭാരത്തിലോ വേദനയിലോ തലമുറയെക്കുറിച്ച്, ഭർത്താവിനെക്കുറിച്ച്, ഭാര്യയെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച് ഭാരപ്പെടുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവമേ, നിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി അതിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ സ്വർഗമിടയാക്കണം. ആ പ്രതിസന്ധി അവർ പുറത്തു വരട്ടെ കർത്താവേ, പ്രതികൂലത്തിൽ നിന്ന് അവർ പുറത്തു വരട്ടെ കർത്താവേ, ആ കണ്ണുനീരിൻ്റെ അവസ്ഥയിൽ നിന്ന് പുറത്തു വരട്ടെ. നിത്യമായ സമാധാനം കൊടുത്ത്, ഹൃദയങ്ങളിൽ നിത്യമായ സമാധാനം, സന്തോഷം കൊടുത്ത് കർത്താവ് ഈ ദിവസങ്ങളിൽ അവരെ നീ വിടുവിക്കുകയും മാനിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. മാനോ മഹത്വം യേശുവപ്പച്ചന്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.